നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഡോക്ടർ രജത്. രജതേട്ടൻ. അതെ, രജതേട്ടൻ. ഇപ്പൊ രജതേട്ടൻ. രജതേട്ടൻ എന്ന് അതെ, പറയുന്നത് അതെ, അതെ. കൂടുതൽ ഇന്റിമസി. കാരണം എനിക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അതെ, അതെ, എനിക്ക് അതെ. ജനങ്ങളെ ഉള്ളൂ. അല്ല, അത് ഞാൻ പണ്ടൊരിക്കൽ നമ്മുടെ ദൈവവും ജനങ്ങളും. അല്ലെ, ഞാൻ തന്നെ പറഞ്ഞ പോലെ പണ്ട് രജത് സാറായിരുന്നു, ഇന്ന് ചെറുപ്പമായല്ലോ, പണ്ടത്തെ അല്ല, പോലെയല്ലോ. പണ്ട് ചെറുപ്പമായിരുന്നു. പക്ഷെ ഞാൻ സഞ്ചരിച്ച ദൈവത്തിന്റെ ഒരു വഴിയിൽ സ്പിരിച്വാലിറ്റിയിൽ പോയി. സ്പിരിച്വാലിറ്റിയും ലൈഫ് സയൻസായ ബയോളജിയും കോറിലേറ്റ് ചെയ്തപ്പോൾ കുറെ സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. സാധാ ഒന്നും പഠിക്കാത്തവരെല്ലാം നെഗറ്റീവും അല്ലെങ്കിൽ സ്യൂഡോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അതൊന്നും കാര്യമില്ല. ഫലം കിട്ടുമ്പോൾ അവർ പഠിച്ചോളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ട്രാക്ക് കിട്ടി, സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. എൻ്റെ സോൾ എന്ന ആത്മാവ് ഇത് യൂണിവേഴ്സൽ സോളുമായിട്ട് കണക്റ്റഡ് ആയി എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ദൈവം എല്ലാ ഗുണങ്ങളും തരുന്നു. ദോഷങ്ങൾ വരുമ്പോൾ അത് ലൈറ്റ് ആക്കി തരുന്നു. കാരണം അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. ബാലൻസ് ചെയ്തു പോകുന്നു. അതെ, ഞാൻ ഒരുപാട് ഡൗൺസിൽ പോയ ആളാണ്. അപ്പം ഇനി എനിക്ക് അങ്ങനെ ഡൗൺസിൽ പോകരുതെന്നാണ് ആഗ്രഹം. പക്ഷെ എന്താണ് നമുക്ക് നാളെ കാര്യങ്ങൾ അറിയില്ല. അതിൽ അപ്സിലോട്ടുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകണം. ആരെയും ദ്രോഹിക്കില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല, വാക്കുകൊടുത്ത് പറ്റിപ്പിക്കില്ല, പീഡിപ്പിക്കില്ല, ഒരു ദോഷങ്ങളുമില്ല. നമ്മൾ പലപ്പോഴും ദോഷങ്ങൾ അല്ലെങ്കിൽ ഒറ്റയാനാണോ അപ്പോ? ഞാൻ ഒറ്റയാനായിട്ട് പോകുന്നതാണോ? ഒരു ടീമിലും ഇല്ലാതെ ആരെയും വെറുപ്പിക്കാതെ ഒറ്റയാനായിട്ട് പോകുന്ന ഞാൻ എല്ലാവരുടെയും കൂടെയുണ്ട്, പക്ഷെ ഞാൻ ആരോടൊപ്പം ഇല്ല. അത് ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ കിട്ടിയ ഒരു പവറാണ്. നമുക്കിപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് കൂടുതലുണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പവർ കുറഞ്ഞു പോകും. എന്നാൽ നമ്മൾ ഫ്രണ്ട്സ് കുറവാണെന്ന് വെച്ചോളൂ, നമുക്ക് പവർ കൂടും. ഇനി ഫ്രണ്ട്സ് ഇല്ല എന്ന് വിചാരിച്ചോളൂ, നമ്മൾ ജീവിക്കാനുള്ള എക്സിസ്റ്റൻസിന് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് ചാൾസ് ഡാർവിന്റെ തിയറി പറഞ്ഞ കണക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി സ്വയം സ്ട്രഗിൾ ചെയ്യും, സ്വയം ഹാർഡ് വർക്ക് ചെയ്യും, സ്വയം മുന്നേറാനുള്ള ഒരു ശക്തി നമുക്ക് ഉള്ളിൽ നിന്ന് വരും. നമ്മുടെ കൂടെ 5 ഗുണ്ടകളുണ്ട്, അല്ലെങ്കിൽ 5 ഫ്രണ്ട്സ് എന്തിനും ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ എന്റെ കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ അവന്മാര് ചെയ്തു തരും എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു പാഠമാണ്. അത് എന്റെ അമ്മയ്ക്കാണ് എന്റെ ക്രെഡിറ്റ്. കാരണം ചെറുതിലെ തന്നെ അമ്മ ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേ ചെറിയ തട്ടുകട നടത്തുമായിരുന്നു. ചെറിയ തട്ടുകട എന്ന് പറഞ്ഞാൽ എന്റെ വീട് റോഡ് സൈഡിലാണ്. ഒരു ചെറിയ പെട്ടി എടുത്ത് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ കപ്പലണ്ടി മുട്ടായി, ഗ്യാസ് മുട്ടായി, അറിയില്ലേ, ചെറിയ അരിയുണ്ട, പൊരിയുണ്ട എന്നൊക്കെ പറഞ്ഞ് ഈ ഉണ്ടകൾ കുപ്പിയിൽ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം പോണവർക്ക് 10 പൈസ, 20 പൈസ, 5 പൈസ എന്ന് പറഞ്ഞ രീതിയിൽ ഇത് അവധി ദിവസങ്ങൾ സാറ്റർഡേ സൺഡേ വൈകുന്നേരങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ കുപ്പിയിൽ മോര് നിറച്ച് വെച്ചിട്ട് പോകുന്നവർക്ക് 10, 20 പൈസ, 25 പൈസക്ക് ഈ ഒരു ഗ്ലാസ് മോര് കൊടുക്കും. അപ്പൊ കുറച്ചൊഴിക്കുക, ഞാൻ തന്നെ എല്ലാം ചെയ്യുക. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ മോര് തീർന്നു വരുമ്പോ എന്റെ അടുത്ത വിദ്യ എന്ന് പറയുന്നത് ഈ മോര് കുപ്പിയിലേക്ക് വെള്ളം അടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. കുറച്ച് പൈസ ഉള്ളൂ. അപ്പൊ അമ്മ ഒരു 2 രൂപ തന്നാൽ അല്ലെങ്കിൽ 5 രൂപ തന്നാൽ അതിനെ പണി ചെയ്തൊരു 10 രൂപ ആക്കുക എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തു തന്നു. അപ്പൊ അമ്മയ്ക്കാണ് ക്രെഡിറ്റ് എന്നെ ചെറിയ. അതുപോലെ അമ്മ താലോലിച്ചും ഇന്നത്തെ പിള്ളേർക്ക് കൊടുക്കുന്ന അമിത സ്നേഹം വാത്സല്യം കൊടുത്തൊന്നും അല്ല ഞാൻ വളർന്നത്. എൻ്റെ അമ്മ ഏകദേശം ഒരു 3 ഉമ്മ മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ ഉമ്മയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ഉമ്മ തന്നെ ഞാൻ വഷളായി പോയാലോ. ആ ഒരു ഉമ്മ കിട്ടിയപ്പോഴാണ് MSc കേരള യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടിയപ്പോൾ ഒരു ഉമ്മ, 2 ഡോക്ടറേറ്റ് കിട്ടിയപ്പോൾ ഒരു ഉമ്മ, പിന്നെ കാലടി ശങ്കര കോളേജിൽ അധ്യാപകനായിട്ട് കയറിയപ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല, നാട്ടുകാരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. ആ നാട്ടുകാരാണ് വളർത്തിയത്. കാരണം 8 മാസം പ്രായമുള്ളപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അപ്പം അമ്മയ്ക്കൊരു ലാസ്റ്റ് ഇയർ സർവൻ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിയാണ്. ജോലിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം എന്നെ അയൽ വീടുകളിൽ കൊണ്ടിട്ടിട്ടാണ് അമ്മ ജോലിക്ക് പോകുക. അതും 1.5 വിട്ടുള്ള ദിവസങ്ങളാണ് ജോലി. ഇന്ന് പോയാൽ നാളെ വരത്തുള്ളൂ, നാളെ പിന്നെ ഫ്രീ, മറ്റന്നാൾ പോയാൽ മതി. ഈ KSRTCയിലെ ജോലി പോലും. അപ്പം അമ്മ വർക്കലയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഒരു അമ്മ, വേറെ തങ്കമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ കടയിൽ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് അമ്മ പോവുക. ആ അമ്മയാണ് പിന്നെ എന്നെ നോക്കുക. പിന്നെ അങ്ങനെ വീട്ടിൽ അയൽക്കത്ത് റാബി ഉമ്മ എന്ന് പറഞ്ഞൊരു മുസ്ലിം ഉമ്മയുണ്ട്. ആ ഉമ്മയെ എൻ്റെ അമ്മ പ്രസവിച്ച സമയത്ത് തന്നെ റാബി ഉമ്മയും ഷൈല എന്ന് പറഞ്ഞൊരു കൊച്ചിനെ പ്രസവിച്ചത്. ഞങ്ങൾ ഒരേ പ്രായമാണ്. അപ്പം ആ കുഞ്ഞിനോടൊപ്പം എന്നെയും കൊണ്ടുവന്നാക്കിയിട്ട് ആ 2 പിള്ളേരെയും കൂടെ ഈ മുസ്ലിം ഉമ്മയായിട്ടുള്ള റാബി ഉമ്മയാണ് എന്നെ കൊച്ചിലെ 5 വയസ്സ് 6 വയസ്സ് വരെയൊക്കെ വളർത്തിയത്. അതിപ്പോ എനിക്ക് ഖുറാനൊക്കെ അത് പഠിക്കാൻ വേണ്ടി ത്വരയായി. എനിക്ക് വേദത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിലായി. പല വഴികൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് ജീവിത അനുഭവങ്ങൾ, ഇല്ലായ്മയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാട്, ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടം വരെ എത്തി. സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ ഒരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിക്ക് ഇതിന്റെ കാൽഭാഗത്ത് പോലും എത്താൻ പറ്റത്തില്ല. ഞാനിപ്പോ എത്തി നിൽക്കുന്നതിന്റെ സ്വന്തം ശ്രമം കാൽഭാഗത്ത് പോലും എത്തി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ അച്ചീവ്മെന്റ്സ് എല്ലാം ഓവർകം ചെയ്ത് ഇവിടം വരെ എനിക്ക് എത്താൻ പറ്റി. ഇനി എനിക്ക് കിട്ടുന്നതെല്ലാം ബോണസ് ആണെന്നുള്ളതേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള പെൻഷൻ എനിക്ക് കോളേജിൽ പഠിപ്പിച്ചിറങ്ങിയപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി കൂടുതൽ കർമ്മം ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സും
അപ്പൊ ഇപ്പൊ നമുക്ക് പോയിട്ട് ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ ബസ്സിലോ ഓട്ടോ, ഞാൻ എന്നിട്ട് ഓട്ടോ ഓടിക്കാൻ വേണ്ടി കാക്കി ഷർട്ടുണ്ട്, ഞാൻ പോയി, ആരും ഓട്ടോ തരുന്നില്ല, ചേട്ടാ ചുമ്മാ പോയാണ് ഓട്ടോ, സത്യം. എന്നിട്ട് ആലുവയിൽ പമ്പ് കവലയിലുള്ള സന്തോഷമോ പുള്ളി എങ്ങാണ്ട് ഒരു ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്, ചേട്ടാ ഫ്രീ ഉള്ള സമയത്ത് എടുത്തോന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും പണി ചെയ്യണ്ടേ? അപ്പൊ സിനിമയിൽ ചാൻസ് കിട്ടില്ലെങ്കിൽ ഞാൻ തട്ടുകൾ നടത്തും, എന്തായാലും പണികൾ ചെയ്യും, കിട്ടുന്ന പൈസയിൽ നല്ല വിഹിതവും പാവപ്പെട്ട അർഹരായിട്ടുള്ളവരെ സഹായിക്കുക. അങ്ങനെ ഒരു കുറെ പേരുടെ ഹൃദയത്തിൽ ജീവിച്ച് പോണം എന്ന ആഗ്രഹമാണ്. ഇതിലൊരു മാസ്കിംഗ് ഇല്ല. ഇപ്പൊ സിനിമകൾ, ഇപ്പോ ഞാൻ പറഞ്ഞ ഇപ്പോഴും സിനിമകളിലെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞു. ഞാൻ രജതട്ടനെ ഇപ്പൊ നമ്മൾ ഓരോ എല്ലാ പലപ്പോഴും സിനിമകളിലെ പരിപാടികൾ കാണാറുണ്ട്, പുറ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞു, അപ്പൊ ഇങ്ങോട്ട് സിനിമകൾ വന്നു തുടങ്ങിയാണ്. എനിക്ക് സിനിമയിലുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കറക്റ്റ് ആട്ടോ, അത് മനസ്സിലാക്കിയല്ലേ? അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ തന്നെ ഒരു ആഴ്ചയിൽ 2-3 പരിപാടികൾക്ക് കാണുന്നുണ്ട്. എനിക്ക് ആ സിനിമയിൽ ചാൻസ് കിട്ടുക എന്നുള്ള സ്ട്രഗ്ലിംഗ് പീരീഡ് ഏകദേശം ഒരുവിധം കഴിഞ്ഞു. കാരണം ഞാനിപ്പം 32ാമത്തെ പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കഴിവുണ്ട്, അതുകൊണ്ടാണല്ലോ എനിക്ക് ഇവിടം വരെ എത്തിച്ചേരും. എത്രയും പടങ്ങൾ ചെയ്യാൻ പറ്റിയത്. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള 11 പടങ്ങൾ വരുന്നുണ്ട്. അതിൽ നെഗറ്റീവ് ക്യാരക്ടറായിട്ടുള്ള 7ഓളം പടങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡയറക്ടർമാർ പ്രൊഡ്യൂസർമാർ പറയുന്നത് രജിതേട്ടൻ അല്ലെങ്കിൽ രജിത്ത് നന്നായി ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പം അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കൂടാതെ എനിക്ക് 54ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്, നാടകം, മൈം, മോണാക്ട്, കോളേജ്, യൂണിവേഴ്സിറ്റി. പക്ഷെ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആളില്ല. പിന്നെ ഈ സെൽഫ് മെയ്ഡാണ്. പിന്നെ നല്ല മനുഷ്യർ കിട്ടുക, അതാണ്. അപ്പം അതിന് എന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്നെക്കുറിച്ച് ആരും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ കൂടെ നിൽക്കുന്നതിനെ ചതിക്കില്ല. ഞാൻ മോൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ, നീ ഒരു പ്രോബ്ലത്തിൽ പെട്ടാൽ ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യാനും അതിൽ മാക്സിമം നിന്നെ ഏത് രീതിയിൽ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കും. നിന്റെ ഭാഗത്ത് തെറ്റ് മൊത്തമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ശരിയുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കുകയും രക്ഷിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് വഴി കളഞ്ഞോടില്ല. ആ ഒരു ട്രസ്റ്റ് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ, മമ്മൂക്ക തൊട്ട് ഇനി താഴെ അറ്റം വരെയുള്ള എല്ലാവർക്കും ഒരുപാട് പേർക്ക് എന്നെ കുറിച്ച് അറിയാം. ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ ഹൃദയത്തിൽ എൻ്റെ ഒരു സ്ഥാനമുണ്ട്. ലാലേട്ടൻ മെസ്സേജ് അയക്കാറുണ്ട്, തരാൻ ചാൻസ് തരും എന്ന് തന്നെയാണ് പറയുന്നത്. എപ്പൊ തരും എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ചെയ്ത് നല്ല കഴിവുണ്ട് എന്ന് കയറി വരുമ്പോൾ ലാലേട്ടന് എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ടുപോയി സെറ്റിൽ ഇരുത്തിയിട്ട് ആകെ അസ്വസ്ഥമായിരുന്നു. അപ്പൊ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു വേഷം വരും. അപ്പൊ ലാലേട്ടന്റെ അടുത്തേക്കും മമ്മൂക്കയുടെ അടുത്തേക്കൊക്കെ എത്താൻ വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനിൽ ഇപ്പൊ പലർക്കും അറിയാം. ഈ ഒരിക്കൽ മുമ്പ് ഒരു ഫംഗ്ഷനിൽ രജതറ പറയുന്നത് കേട്ടിട്ടുണ്ട്, സംവിധായകൻ ജോഷി സാറിനായിട്ട് ഒരു ബന്ധമുണ്ട്. തീർച്ചയായും ഞാനത് അങ്ങനെ അവരെയൊന്നും മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ എൻ്റെ ചിറ്റപ്പനായിട്ട് വരും. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും അദ്ദേഹത്തിന്റെ അമ്മയും അനിയത്തിയും ഞാൻ വർക്കലയാണ് ജനിച്ചത്, വർക്കലയാണ് വളർന്നു തുടങ്ങിയത്. അപ്പൊ ജോഷി എന്ന് പറയുന്നത് എൻ്റെ ചിറ്റപ്പനാണ്, ജോഷി ചിറ്റപ്പനാണ്. ഞാനിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നിട്ട് മാക്ടൈഡ് ഒരു ജോൺ പോൾ ഹോൾ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് അവിടെ പോയിരുന്നു. അപ്പം സാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ചിറ്റപ്പാന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കില്ല, കാരണം അത്രയും വലിയ ഉന്നതങ്ങളിലാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പോയി ബഹുമാനത്തിൽ നിന്നു. എന്നെ ഇങ്ങനെ അതേ നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് സോണി അവിടെ വീട്ടിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, നീ ഏതൊക്കെ ഷോയിലൊക്കെ പങ്കെടുക്കും. അപ്പൊ എന്നെ അറിയാം, ഞാൻ ചെയ്യുന്നറിയാം. അങ്ങനെയുള്ള എൻ്റെ ഇത്രയും വലിയൊരു ഡയറക്ടറടുത്ത് ഞാൻ പോയി എൻ്റെ ഒരു വേഷം ചോദിക്കുന്നത് ശരിയല്ല. അല്ല, അപ്പൊ ഞാൻ ചോദിച്ച ഈ ചെറുപ്പത്തിൽ അപ്പൊ ആ ഒരു ബന്ധമില്ലായിരുന്നു. ബന്ധമില്ലാത്തതിന്റെ ഇപ്പൊ ഇനിയിപ്പം ഈ ചോദ്യത്തിൽ എനിക്ക് രഹസ്യം പൊട്ടിക്കേണ്ടി വരും. കാരണം എൻ്റെ അമ്മ വലിയ നായർ തറവാട്ടില്ല ഒരു മെമ്പറും, എൻ്റെ അച്ഛൻ ഈഴവ ഒരു വിപ്ലവ കല്യാണമായിരുന്നു. 50 വർഷം മുമ്പുള്ള വിപ്ലവമാണ്, അതാണ് ഓർക്കണം കേട്ടോ. ഞാൻ അമ്മയെ NSS നായർ കുടുംബത്തിൽ നിന്ന് പുറത്തൊക്കെ ആക്കി. സാധാരണ ഈഴവന് ജനിച്ചു പോയതുകൊണ്ട് NSS നമ്മളെ അന്ന് കൈവിട്ടു. നായർ അമ്മയ്ക്ക് ജനിച്ചത് കൊണ്ട് SNDPയും കൈവിട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെരുവഴിയിലായിപ്പോയ ഒരു ആയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം രണ്ട് വിഭാഗങ്ങൾക്കും അതിനുശേഷം ഞാൻ വളർന്ന് കയറി വന്നപ്പോൾ ഞാൻ അവർക്കെല്ലാം കൗൺസിലിംഗ് ഷോകൾ നടത്തി. ഏകദേശം 10-30ഓളം NSS കരയോഗങ്ങൾക്ക്, 10-45 SNDP കരയോഗം ഉൾപ്പെടെ ഞാൻ. അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബൈബിളും ഖുർആനും ഗീതയൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് നോക്കിയത്. അപ്പൊ എനിക്കത് ഗുണം ചെയ്തു, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് എന്നെ വളർത്തിയത് കുട്ടിയിലെ മുസ്ലിം സഹോദരങ്ങളാണ്. ഞാൻ പഠിച്ചു ഉയർന്ന് കയറി വരാൻ കാരണം ക്രിസ്ത്യൻ കോളേജാണ്, മാർവേനിയസ് കോളേജിന്റെ പ്രോഡക്റ്റാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ 3 വേദഗ്രന്ഥങ്ങളും 3 പേരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നാണ്. ഞാൻ ഈ വേദപുസ്തകം കയ്യിലെടുക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ, ഞാൻ പേര് പറഞ്ഞേ, സൂരജിന്റെ ഇന്റർവ്യൂ ഞാൻ പലപ്പോഴും ആസ്വദിച്ചാണ് ചെയ്യുന്നത്. കാരണം സൂരജ് ഈ സാധാരണ മറ്റുള്ളവർ ചോദിക്കുന്ന കണക്ക് ഉടായ്പ ചോദ്യങ്ങളല്ല ചോദിക്കുക, ഇൻഫർമേറ്റീവ് ആയിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ കിട്ടണമെന്നുള്ള സൂര്യന്റെ ചോദ്യങ്ങൾ എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചിറ്റപ്പൻ എന്നുള്ള നിലയിൽ ഇപ്പം എറണാകുളത്താണ് ജോഷി ചിറ്റപ്പൻ താമസിക്കുന്നത്.
ഞാൻ അവിടെ പോയി ശല്യപ്പെടുത്താറില്ല, ചോദിക്കാറില്ല. നമ്മൾ പെർഫോമൻസ് ചെയ്ത് ഇപ്പം ബിഗ് ബോസിൽ എൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മെമ്പേഴ്സ് പലരും കണ്ടു. അതുപോലെ ഞാൻ ചെയ്യുന്ന സിനിമകളിലെ എൻ്റെ ക്യാരക്ടറുകൾ അദ്ദേഹം കണ്ടു കഴിയുമ്പോൾ ഇവനെ എന്നാ അടുത്തേന് വിളിക്കാം, ഇവന് ആ ഒരു ക്യാരക്ടർ കൊടുക്കാം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ നമ്മൾ കഴിവോടുകൂടി ചെയ്യുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ. മറ്റത് പിന്നെ ഇല്ല റെക്കമെൻഡേഷൻ പോലെയൊക്കെ ആയില്ലേ. പിന്നെ നമ്മളെ ശല്യം തയ്ക്കാതെ വരുമ്പം പുള്ളി പറയാം എന്നാ പിന്നെ അവനെ മറ്റൊരു ചെറിയ വേഷം കൊടുക്കുക എന്നൊക്കെ പറയാം. അങ്ങനെ വേണ്ട. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇപ്പൊ ലാലേട്ടനെ ഞാൻ ശല്യപ്പെടുത്താറില്ല, മമ്മൂക്കയെ ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കും. ദിലീപേട്ടൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞ പോലെ നമ്മുടെ PR നമ്മൾ തന്നെ ആവണം, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കുക, അത് നമുക്ക് ഓപ്പണായി വരും. അത് വളരെ ശരിയാണ്. എൻ്റെ മുമ്പിൽ ഞാൻ കഴിവുകൾ തെളിയിച്ച് പലരുടെയും മുമ്പിൽ ഇതെല്ലാം കാണിച്ചു പോയപ്പോൾ ഇപ്പൊ 56ഓളം കാസ്റ്റിംഗ് കോള് ഞാൻ അപ്ലൈ ചെയ്ത് ഓഡിഷന് പോയ ആളാണ്. ഇപ്പോഴും പോകുന്നുണ്ടോ? ഞാൻ ഇന്നലെ വിട്ടു. എന്റെ മൊബൈൽ എടുത്ത് കാണിച്ചിട്ടാ. ഇന്നലെ ഞാൻ വിട്ടു. എന്തോ ടെക്സ്റ്റൈൽ സുവർണ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടു. ഞാൻ ഫുൾ വിട്ടു. അവർ കണ്ടിട്ടുണ്ടോ ഇല്ല, ഇത് മലയാളമാണോ തമിഴാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ 54ഓളം ഓഡിഷൻ ഞാൻ അയച്ചതിൽ എന്നെ 6-7 പേരെ വിളിച്ചോളൂ കേട്ടോ. ബാക്കി ആരും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഈ ഓഡിഷൻസിൽ രഹസ്യം പറയാം, ഈ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എല്ലാം ഒന്നും ആർട്ടിസ്റ്റ് സെലക്ഷൻ വേണ്ടിയൊന്നും അല്ല. ചില സാമ്പത്തികം പ്രൊഡ്യൂസർമാരെ കണ്ടെത്താൻ വേണ്ടിയൊക്കെ ആവും. അപ്പൊ അവർക്കൊക്കെ നമ്മളെ അറിയാമെങ്കിൽ ചേട്ടനെ വിളിച്ചെന്നെ ചോദിക്കും. എന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ബാക്കി 40-ലധികം ഓഡിഷൻസുകാരും വിളിക്കാത്തത്. ഫോൺ വിളിച്ച് അവരെടുക്കത്തുമില്ല. എന്നാൽ 6ഓളം പേര് കൃത്യമായിട്ട് എന്നെ വിളിച്ചു. അവരെനിക്കിപ്പോ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേര് എന്റെ ഓഡിഷനിൽ കൂടുതൽ പെർഫോമൻസ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അവിടുന്ന് ചേട്ടൻ പെർഫോം ചെയ്യേണ്ട പെർഫോമൻസ് വീഡിയോ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, സ്ഥിരം കാണുകയല്ലേ. പിന്നെ ബിഗ് ബോസിലൂടെ ചേട്ടന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതുമല്ലേ. അപ്പൊ ക്യാമറയെ പേടിയില്ല, 100-ലധികം ക്യാമറയുടെ മുമ്പ് കളിച്ച ആളല്ലേ. പക്ഷെ ഈ ഇപ്പം ഷാൻ കേച്ചേരി എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഇതിലെടുത്തത്. ഞാൻ ഷാൻ കേച്ചേരിക്ക് അയച്ചു ഈ 4 സ്റ്റോറി. ഇന്നിപ്പോ പൂജ നടന്ന 4 സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഓഡിഷൻ അയച്ചു. ഷാൻ അല്ല അത് വാങ്ങിച്ചു, വേറൊരു കാസ്റ്റിംഗ് ഡയറക്ടറിന് അത് വാങ്ങിച്ചൊക്കെ ചെയ്തതിന് ശേഷം എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ചേട്ടൻ പെർഫോമൻസ് ഒന്നും കാണിക്കണ്ട, കാരണം ചേട്ടന്റെ പെർഫോമൻസ് ഈ വീഡിയോസിലൂടെ നമ്മൾ കണ്ടു, അതുപോലെ നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടു, ബാക്കി സിനിമകളിലൂടെ കണ്ടു. 2 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ആദ്യം എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് ഷാൻ കേച്ചേരി. അല്ല, ഒരു ചോദ്യം ഞാൻ പറയാം കേട്ടോ, ഇത് ഇന്നിവിടെ പറയാൻ അവസരം കിട്ടാനില്ല. ഷാൻ എന്നോട് ചോദിച്ചു, ചേട്ടാ നമ്മുടെ സിനിമ റിലീസാവാൻ പോകുന്ന ദിവസമാണ് ഇന്നേ ദിവസം ചേട്ടന് വേറൊരു സിനിമയിൽ ഓഡിഷന് വിളിച്ചിരിക്കുകയാണ്. അത് വലിയൊരു സിനിമയാണ്, അതിന്റെ ഓഡിഷന് വിളിച്ചേക്കുകയാണ്. അപ്പം ഈ ഇറങ്ങാൻ പോകുന്ന ഈ സിനിമയിൽ ആണോ ഫസ്റ്റ് ഷോ നമ്മളോടൊപ്പം കാണാനായിട്ട് ചേട്ടൻ വരുമോ, അതോ ചേട്ടൻ ആ ഓഡിഷന്റെ വർക്കിന് പോയിട്ട് മറ്റേ സിനിമയിൽ അവരുടെ കൂടെ അതിലേക്ക് പോകുമോ, ഓഡിഷന് പോകുമോ? ഇതായിരുന്നു ചോദിച്ച ചോദ്യം. ഗംഭീര ചോദ്യം കേട്ടോ. അതെ, കുഴപ്പിക്കുന്ന ചോദ്യം. ഞാൻ പറഞ്ഞു, സത്യസന്ധമായി ഞാൻ പറയാം, 99% ഞാൻ ചെയ്ത ഈ പടം കാണാനും ഈ പടം പ്രൊമോഷൻ നടത്താനും ഈ പടം ജനങ്ങളിലേക്ക് എത്തിക്കാനായിരിക്കും ഞാൻ വരിക എന്ന് പറഞ്ഞു. പുള്ളി എണീച്ച് കെട്ടിപ്പിടിച്ചു. സത്യം. പുള്ളി എന്നോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചു എല്ലാവരും പറഞ്ഞത് അവർ അടുത്ത പടത്തിന്റെ ഓഡിഷനിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. പുള്ളി എന്നോട് പറഞ്ഞു ഫിക്സ്ഡ്, നമുക്ക് ബാക്കി അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാനത് പറയാൻ കാരണം എന്താണെന്നൊന്നും ചോദിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാലേ, നമ്മൾ ചെയ്ത പടങ്ങൾ പുറത്ത് ഇറങ്ങി എങ്കിൽ മാത്രമല്ലേ നമ്മൾ ആർട്ടിസ്റ്റ് ആവുന്നുള്ളൂ, അല്ലേ? അത് തിയേറ്ററിലെത്തി ജനങ്ങൾ കാണുമ്പോഴേ നമ്മൾ ആർട്ടിസ്റ്റ് ആവുന്നുള്ളൂ. നമ്മൾ പറവറ കുറെ പടങ്ങൾ ചെയ്തു, പടം എല്ലാം പെട്ടിയിലാണെങ്കിൽ നമുക്ക് എന്ത് തെളിവാ കൊടുക്കാനുള്ളത്? ചെയ്തിറങ്ങിയ പടം വിജയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്നെ സംബന്ധിച്ച് എനിക്ക് എത്തിക്സ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു, 99%. അപ്പൊ എന്നോട് ചോദിച്ചു അടുത്ത 1% എന്താ? ഞാൻ പറഞ്ഞു, ഇൻ കേസ് അന്നേ ദിവസം ഞാൻ അമേരിക്കയിലോ യൂറോപ്പ് ഗൾഫിലോ ദുബായിലോ എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിൽ ദൂരത്തിലോ ഞാൻ വയ്യാതെ കിടക്കുന്ന സിറ്റുവേഷനോ ആണെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുകയല്ലാതെ എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല. വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാലും അവിടുത്തെ ഡയറക്ടറുടെ കാല് ഞാൻ പിടിച്ചെങ്കിലും എന്നെ ഇതിൽ വിടണേന്ന് ഞാൻ അപേക്ഷിക്കും. അതിനൊന്നും എനിക്കൊരു മടിയില്ല. ആരുടെ കാല് നക്കാനും എനിക്കൊരു മടിയില്ല. ഒരു ഈഗോ ഇല്ല. ഈഗോലെസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അത് വേദം പഠിച്ചതുകൊണ്ടാണ്. പക്ഷേ ദൂരെയാണെങ്കിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല, അസുഖമായി കിടക്കുകയാണെങ്കിലും എത്തിച്ചേരാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത്, എൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അങ്ങനെ തന്നെയാണ് ചേട്ടൻ ചെയ്യുമെന്നും ഞങ്ങൾക്കറിയാം. എന്നാലും ഇത് എല്ലാവരോടും ചോദിച്ച ചോദ്യങ്ങളായതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. അത് ക്യാരക്ടർ പറഞ്ഞില്ല. അതും ഞെട്ടിക്കലാണ്. ഈ പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമുക്ക് ഈ സർപ്രൈസുകളും ഞെട്ടിക്കലും ഇതും അപ്പോഴും എന്നെ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. വേറെ 2-3 സംഗതികളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ആഴ്ച രാത്രി ഒരു 10:30 ആയപ്പം പുള്ളി എന്നെ വിളിക്കുന്നു. പുള്ളിയുടെ നമ്പർ എൻ്റെ ഇല്ല. എൻ്റെ മറ്റേ ഓഡിഷൻ കാസ്റ്റിംഗ് ഡയറക്ടർ നമ്പർ മാത്രമേ ഉള്ളൂ. അവർക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്. ആ നമ്പർ ഇന്റർവ്യൂവിന് വാങ്ങിച്ചില്ല. വിളിച്ചിട്ട് പറഞ്ഞു ഷാനാണ്. ഞാൻ ചോദിച്ചു ഏത് ഷാൻ? ഒരുപാട് ഷാൻമാർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഏത് ഷാൻ? ഷാൻ കേച്ചേരി. ഷാൻ കേച്ചേരി ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ഷാൻ ചേട്ടൻ ഓഡിഷന് വന്ന ഷാൻ കേച്ചേരി 4 സ്റ്റാർ. അയ്യോ എൻ്റെ മോനെ പറഞ്ഞു എനിക്ക് സോറി ചേട്ടാ, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ചേട്ടാ യു ആർ സെലക്ടഡ്. ഞങ്ങൾ ഒരുപാട് ചർച്ചയുണ്ടായിരുന്നു. ചേട്ടൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച പൂജയാണ്, അതിൽ ചേട്ടൻ്റെ പേര് അനൗൺസ് ചെയ്യും. അപ്പം ഇതിനു മുമ്പ് എൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല. മറ്റേ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ്റെ പേരാണ് അനൗൺസ് ചെയ്തത്. എന്നാത്താൻ കേസ് കൂടെ എന്ന് പറയുന്ന ചേട്ടൻ്റെ പേര് അനൗൺസ് ചെയ്തത്. എൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഓഡിഷനിലായിരുന്നു. ഇപ്പം വിളിച്ചിട്ടാണ് ഷാൻ പറയുന്നത് ചേട്ടൻ്റെ പേര് അടുത്ത് വരുന്ന പൂജയിൽ അനൗൺസ് ചെയ്യുന്നത്. അതായത് ഇന്ന് പൂജയിൽ അനൗൺസ് ചെയ്താണ്. ഇന്നാണ് എൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത്. അതിനും ബാക്കി 6 ഗേൾസ് അല്ലെങ്കിൽ 5 ഗേൾസ് മോഡലുകളെയും ബാക്കി കുഞ്ഞികൃഷ്ണൻ ചേട്ടനെയൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു. ഞാൻ ഈ ലാസ്റ്റിൽ ഇടിച്ചു കയറിയ ആളാണ്. ഇടിച്ചു മീൻസ് പണി ചെയ്ത് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ദൈവം ചോദിച്ച് അല്ല പെർഫോമൻസ് കാണിച്ച് ചോദ്യോത്തരങ്ങൾ നേരിട്ട് തന്നെ എനിക്ക് കിട്ടിയതാണ്. അത് നോക്കണം. ഞാൻ കാല് ചെയ്യാതെ ഒടിഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്ററൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് ഇറങ്ങിയത്. കാലൊടിഞ്ഞിട്ടും പ്രൊമോഷൻ വന്ന ആളാണ്. ശരിയാണ്. സ്വപ്നസുന്ദരിയുടെ പ്രൊമോഷന് കാലൊടിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയിൽ ഞാനിവിടെ എറണാകുളത്ത് വന്നിട്ട് എത്തിയത്. കാരണം നമുക്ക് ഒരു എത്തിക്സ് വേണം. നിന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നെ പറ്റിച്ചു കളയുന്ന ഒരു സംഭവം വന്നാലേ പിന്നെ ഒരിക്കലും നിന്റെ ഹൃദയത്തിൽ സൂരജിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവുന്നു അല്ലേ. പക്ഷെ ഇന്നിപ്പോ നോക്കിക്കഴിഞ്ഞാൽ സിനിമാക്കാരിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ സൂരജിന്റെ ഹൃദയത്തിൽ വാക്കുപാലിക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു മനുഷ്യൻ എന്ന തരത്തിൽ എനിക്കൊരു ടോപ്പ് പൊസിഷൻ തന്നെ ഉണ്ടാവും. ശരിയല്ലേ? ഇല്ലെങ്കിൽ ബിഗ് ബോസിന്റെ 7 സീസണിൽ നിന്ന് ഇറങ്ങിയ ഏകദേശം 200-ലധികം മത്സരാർത്ഥികളെ എടുത്താലും അവര് ടോപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ സൂരജിന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അതിലുണ്ട്. അതിൽ ടോപ്പ് തന്നെ ഉണ്ടായിരിക്കും. 1-ാം സ്ഥാനോ 2-ാം സ്ഥാനോ ഞാനായിരിക്കും. അക്കാര്യം എനിക്കറിയാം. അപ്പൊ എനിക്കൊരു ചിന്തയുണ്ട്, ആ സ്ഥാനം സൂരജിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാനായിട്ട് തകർക്കാൻ പാടില്ല. എന്തായാലും ന്യൂ ഇയർ ഒക്കെ വരികയാണ്. പുതിയ അടുത്ത വർഷത്തെ പ്രതീക്ഷകൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷകളില്ല മോനെ. ഞാൻ പറഞ്ഞില്ലേ ഈ വർഷം എങ്ങനെയാണ്? പ്രതീക്ഷ പോലെ തന്നെ ഹാപ്പിയാണ്. ഈ വർഷം ഞാനിപ്പോ ജാതകം, സമയം ഇതെല്ലാം നോക്കുന്ന ഒരാളാണ്. പക്ക ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭാഗ്യം കുറവാണ്. പക്ഷെ എനിക്ക് ദൈവിക സാന്നിധ്യം, ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന ഈ പ്രപഞ്ച ശക്തിയുടെ ഒരു ടച്ചും ഒരു ഗ്രേസും ഒരു പ്രൊട്ടക്ഷനും എനിക്ക് എപ്പോഴും ഉണ്ട് കൂടെ. അത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ കൂടെ ചേർത്ത് നിർത്തുന്നവർക്കും അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. അത് ബൈബിളിൽ യേശുദേവൻ പറഞ്ഞത്, പാപികളോടും ദുഷ്ടന്മാരോടൊപ്പം കൂട്ടുകൂടിയാൽ അതിൻ്റെ ഫലം കിട്ടും, നന്മയുള്ളവരും പുണ്യാത്മാക്കളുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു ഫ്ലോ ഉണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ സമയം അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ് കാലൊടിഞ്ഞത്. ജസ്റ്റ് പടി ഇറങ്ങുമ്പോൾ സ്കിഡ് ചെയ്ത് ഞാൻ പോകുന്നു. 2 പൊട്ടല്, ഒരു വലിയ ഒടിവിന്റെ അത്രയും. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ വെർട്ടിഗോ എന്ന് പറഞ്ഞ് എനിക്ക് തലയിറക്കം വന്നു. അപ്പൊ ഇതെല്ലാം ഈ ജാതകം പറയുന്ന അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്ന യൂട്യൂബേഴ്സിൽ ഞാൻ കുറെ എണ്ണം നോക്കും. എല്ലാം എടുക്കത്തില്ല, ഞാൻ സ്ക്രീൻ ചെയ്യും. ഇപ്പൊ എന്റെ മക്കൾക്ക് ദോഷം വരുമെന്ന് എനിക്ക് മക്കളില്ല, അത് ഞാൻ ഇതിനെടുക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടത് മാത്രം ഞാൻ 3-4 പേരും പറയുന്നതിൽ കോമൺ ഏതെന്ന് എടുക്കും. അപ്പൊ അതിന് പറഞ്ഞിരുന്നു ഈ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇപ്പൊ കുറച്ച് മോശമാണ്, അപ്പൊ കുറച്ച് അസുഖം വരാനുണ്ട്, സാധ്യതയുണ്ട്. രാത്രി ഡ്രൈവ് പാടില്ല, കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ഇത് കേൾക്കാതെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം രാത്രി ഡ്രൈവ് പോയി. ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി നിന്നില്ല. ഫ്രണ്ടിൽ പോണ വണ്ടി പെട്ടെന്ന് പിടിച്ചു, എൻ്റെ ചെന്ന് ഇടിച്ചു. 25,000 രൂപയും പ്ലസ് 10,000 രൂപ, 35,000 രൂപ എനിക്ക് പോയി. അപ്പൊ ഞാനത് വിശ്വസിക്കുന്നു. കാരണം അനുഭവം വരുമ്പോൾ അല്ലേ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ എന്നാലും ദൈവം എന്നെ കൈവിടാതെ കർമ്മമേഖലയിൽ ഹാപ്പിയാണ്. അതെ, ദോഷം ഉള്ള സമയമാണെങ്കിലും എന്നെ വിഷമിപ്പിക്കാതെ എനിക്ക് കുറെയൊക്കെ വർക്കുകൾ തന്നു. അടുത്ത 2020 പറയുന്നത് ഞാൻ ഇന്നലെ വരെ വിതച്ച വിത്തുകൾ മുളക്കിയല്ലേ. ഇറങ്ങാനുള്ള സിനിമകളൊക്കെ മുളപ്പിച്ചിരിക്കുന്നത്. ഞാൻ നല്ല വിത്തുകളാണ് വിതച്ചിരിക്കുന്നത്. അപ്പൊ ആ വിത്തുകൾ വരും ദിവസങ്ങളിൽ മുളയ്ക്കുമെന്നും അത് നല്ല കായ്ഫലം തന്നെ തരുമെന്നും ഒക്കെ ഉള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. എന്തായാലും അങ്ങോട്ട് പോകുമ്പം എനിക്ക് എന്ത് ഗുണങ്ങൾ കിട്ടിയാൽ അതെല്ലാം ബോണസാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്ക് ദൈവത്തിന്റെയും നന്മയുള്ള ജനങ്ങളുടെയും
എനിക്കെതിരെ കമന്റ് പറയും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് പറയുന്നവരുടെ ഉള്ളിൽ നന്നായിട്ട് അറിയാം രജിത്ത് പാവമാണ്, രജിത്ത് നല്ല മനുഷ്യനാണ്. അവനെ എല്ലാവരും നമ്മൾ അവനെ സ്ത്രീ വിരുദ്ധനാക്കിയിട്ട് ഇപ്പൊ സ്ത്രീകളാണ് അവനെ കൊണ്ടു കിടക്കുന്നത്, സ്ത്രീകൾക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് തോന്നുന്നത് സ്ത്രീകൾക്ക് പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഒറ്റ നോട്ടത്തിലോ ഒറ്റ അടുപ്പത്തിലോ അവർക്ക് പെട്ടെന്ന് കുറെ പേരെ തിരിച്ചറിയാൻ കഴിവും. ഇപ്പൊ ഞാനൊരു ഹാംഫുൾ ആളല്ല, ഹാംലെസ്, ആർക്കും ദോഷം ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയാണ്. എന്തായാലും അങ്ങനെ തന്നെ അടിപൊളിയാവട്ടെ. 2026 ജനുവരി 1 മുതൽ അങ്ങോട്ടേക്ക് നല്ല സമയങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഏത് വന്നാലും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റൂ, 2 കൈ നീട്ടി സ്വീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആരെയും ദ്രോഹിക്കാത്തടത്തോളം കാലം ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, സെയിം ടു യു. വീണ്ടും നമുക്ക് 100 വട്ടം അതെ ഇനിയും കാണണം. ഇന്റർവ്യൂകൾ തരാൻ അവസരം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ലവ് യു ഓൾ. താങ്ക് യു.